ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പ്രതികളെ എക്സൈസ് 3 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങി. പ്രതികളുടെ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ലെന്ന് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എസ് അശോക് കുമാർ പറഞ്ഞു. വിശദമായി ചോദ്യം ചെയ്യുമെന്നും സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുമെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഇവരുമായി നിഷ ദിലീപ് ചിരികൾ. നിഷ, 3 ദിവസത്തെ കസ്റ്റഡിയിലാണ് വാങ്ങിയിരിക്കുന്നത്. മറ്റ് വിശദാംശങ്ങൾ കൂടി. KP 24 വരെയാണ് ഈ കേസിലെ 3 പ്രതികളെയും തസ്ലീമ സുൽത്താന, ഇവരുടെ ഭർത്താവ് സുൽത്താൻ അക്ബർ അലി, ഇവരുടെ കൂട്ടുപ്രതിയായ മണ്ണഞ്ചേരി സ്വദേശി ഫിറോസ്, ഇവരെ 3 പേരെയും 24 വരെയാണ് എക്സൈസിന്റെ കസ്റ്റഡിയിൽ കോടതി നൽകിയിട്ടുള്ളത്. ഇന്ന് രാവിലെ തന്നെ സുൽത്താൻ അക്ബർ അലിയെയും ഫിറോസിനെയും ആലപ്പുഴ ജില്ലാ കോടതിയിൽ എത്തിച്ചിരുന്നു. തസ്ലീമ കൊട്ടാരക്കര സബ് ജയിലിൽ നിന്ന് ആയിരുന്നു. അവിടെ നിന്നും അവരെ എത്തിച്ചപ്പോൾ വൈകിട്ടായി. അതോടുകൂടിയാണ് തസ്ലീമയെ കൂടി കൊണ്ടുവന്ന ശേഷമാണ് ഈ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. എന്തായാലും എക്സൈസ് ആവശ്യപ്പെട്ടത് പ്രകാരം 3 ദിവസത്തേക്ക് പ്രതികളെ 3 പേരെയും കസ്റ്റഡിയിൽ നൽകിയിട്ടുണ്ട്. ഇവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുമെന്നാണ് എക്സൈസ് അറിയിച്ചിട്ടുള്ളത്. ഒറ്റയ്ക്കിരുത്തിയും, അതായത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സംഘം 3ആയി തിരിഞ്ഞ് ഇവരെ സമാന്തരമായി ചോദ്യം ചെയ്യും. കാരണം ഇവരുടെ മൊഴികളിലെ വൈരുദ്ധ്യം പരിശോധിക്കാനാണ് ഇത്തരമൊരു നടപടി എന്നാണ് എക്സൈസ് വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം, ഈ തസ്ലീമയെ കോടതിയിലേക്ക് കൊണ്ടുവന്ന സമയത്ത് മാധ്യമങ്ങൾ ഇവരുടെ പ്രതികരണം തേടിയിരുന്നു. ഷൈൻ ടോം ചാക്കോയെ തനിക്ക് അറിയാമെന്നും സിനിമാ മേഖലയിലുള്ള മറ്റു പലരെയും തനിക്ക് അറിയാമെന്നും ഇവരുമായി ലഹരി ഇടപാടുകൾ ഇല്ല എന്നുമായിരുന്നു തസ്ലീമ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്തായാലും ഈ പ്രതികളെ ചോദ്യം ചെയ്യാനായി ചോദ്യാവലി അടക്കം തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ചോദ്യാവലിയിൽ 25ലധികം ചോദ്യങ്ങൾ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. മാത്രമല്ല, കേസിലെ പ്രതിയായ തസ്ലീമയുടെ ഭർത്താവ് കൂടിയായ ചെന്നൈയിൽ നിന്ന് പിടിയിലായ സുൽത്താൻ അക്ബർ അലിക്ക് സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ട് എന്നുള്ള കാര്യവും എക്സൈസിന് വ്യക്തമായിട്ടുണ്ട്. അക്കാര്യങ്ങളിലൊക്കെ തന്നെ ഇവരിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ എക്സൈസിന് ശേഖരിക്കേണ്ടതായുണ്ട്. എന്തായാലും 3 ദിവസത്തേക്കാണ് ഈ 3 പ്രതികളെയും എക്സൈസിന്റെ കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്.